ഇനി ഗിബിയുടെ കൂടെ മോഡലിംഗ് ഒക്കെ പ്രതീക്ഷിക്കണം. ഗിബി വിളിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ വന്ന് ചെയ്യുന്നതായിരിക്കും. കാരണം നമ്മൾ ഒരാളുടെ ഒരു സ്ഥലത്തേക്ക് വരുമ്പോൾ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ഇല്ലേ, അത് എന്തായാലും ഇവിടെ ഗിബീസിന്റെ ഇവിടെ വന്നപ്പോൾ നല്ല അടിപൊളിയായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് അവസരം കിട്ടിയെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ വരും. അനീഷന്റെ ഫോട്ടോസും അടിപൊളിയായിട്ടുണ്ട്, ലുക്കും അടിപൊളിയായിട്ടുണ്ട്. ഞാനും നോക്കായിരുന്നു ക്യാമറ കൂടെ, അപ്പൊ നല്ല അടിപൊളിയായിട്ട് എനിക്കും തോന്നി. ഞാൻ ഹാപ്പിയാണ്. നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. അതോടൊപ്പം തന്നെ ലൈക്ക് അടിക്കാനും ആരും മറക്കരുത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കടക്കാം. ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് നമ്മുടെ അനീഷ്, ബിഗ് ബോസ് സീസൺ 7-ലെ 2ാം സ്ഥാനക്കാരനായ നമ്മുടെ അനീഷിന്റെ ഇപ്പോൾ പുതിയ കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ തന്നെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. സംഭവം വേറൊന്നുമല്ല, അനീഷിന്റെ പുതിയ മോഡലിംഗ് രംഗത്തേക്കുള്ള ചുവടുവെപ്പിൽ അനീഷിന്റെ ഫോട്ടോഷൂട്ട് കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഞാനും കണ്ടപ്പോഴത്തേക്ക് ഇതെന്തുവാണ് ഇത്, സംഭവം എന്തുവാ എന്നൊക്കെ ഞാനൊന്ന് ചിന്തിച്ചു പോയി ശരിക്കും പറഞ്ഞാൽ. കാരണം പ്രതീക്ഷിക്കുന്നില്ല. നമുക്കറിയാം അനീഷ് പുറത്തിറങ്ങിയതിന് ശേഷം, ബിഗ് ബോസിൽ നിന്ന് പുറത്തിറങ്ങിയതിന് ശേഷം പുള്ളിയുടെ ആ ഒരു ലുക്സ്, ഡ്രസ്സിങ് കംപ്ലീറ്റ്ലി ഒരു ടോട്ടൽ ചേഞ്ച് എന്തായാലും അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നു. അത് ഇപ്പോഴും അനീഷ് ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം അനീഷ് ശരിക്കും പറഞ്ഞാൽ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങി അനീഷിൻ്റെതായ ഒരു ചെറിയ ലോകത്ത് ഒതുങ്ങിക്കൂടുമെന്നൊക്കെ പ്രതീക്ഷിച്ചിരുന്നെങ്കിൽ ആ പ്രതീക്ഷകളെല്ലാം തന്നെ തെറ്റിച്ചുകൊണ്ട് പുള്ളിക്കാരെ അങ്ങ് അഴിഞ്ഞാടുകയാണ്. ഓരോ ദിവസം കഴിയുമ്പോൾ പുള്ളിയുടെ പുതിയ കോണ്ടന്റുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഈ ഒരു ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് ഒറ്റ നോട്ടത്തിൽ കാണുമ്പോഴത്തേക്കും എന്തുവാടേ എന്നൊക്കെ തോന്നിപ്പോകും ശരിക്കും പറഞ്ഞാൽ. കാരണം നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല ഈ ഒരു ഐറ്റം അനീഷിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കില്ല. പക്ഷേ ഇതിന് മുന്നേ അനീഷ് ഈ പറയുന്ന മാതിരി കുറേയധികം ഫോട്ടോസും കാര്യങ്ങളൊക്കെ തന്നെ പുള്ളിയുടെ ഇൻസ്റ്റാഗ്രാം പേജസ് തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അടിപൊളിയായിരുന്നു, ഒരു രക്ഷയില്ല. കാരണം നമ്മൾ പ്രതീക്ഷ അനീഷിന് ഇങ്ങനെ ഒരു മേക്ക് ഓവർ നടത്താൻ സാധിക്കുമെന്നുള്ളത് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ച ഒരു കാര്യമല്ല. അനീഷ് കിട്ടിയതായിട്ട് അനീഷിന്റെ ആ ഒരു ലുക്സിലും ആ ഡ്രസ്സിങ് സെൻസിലും ഒക്കെ തന്നെ ആ ഡ്രസ്സൊക്കെ തന്നെ ഒരു മോഡേൺ ഡ്രസ്സൊക്കെ തന്നെ അനീഷ് നല്ല രീതിയിൽ ചേരുന്നതായിട്ടാണ് നമുക്കത് അനുഭവപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ വന്നിരിക്കുന്ന വീഡിയോയിൽ ശരിക്കും പറഞ്ഞാൽ ഈ വീഡിയോ ഇട്ട പേജിന് താഴെ കുറേയധികം കമന്റ്സുകൾ ഞാൻ വായിക്കാൻ ഇടയായിട്ടുണ്ടായിരുന്നു. അതായത് നല്ല രീതിയിൽ ട്രോളുകളുണ്ട്, അതോടൊപ്പം തന്നെ അനീഷിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഹേറ്റേഴ്സ് സ്വാഭാവികമായിട്ട് അനീഷിനെ ട്രോളുന്ന തരത്തിലുള്ള കുറേയധികം കമന്റ്സുകളും കാര്യങ്ങളൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്. അതായത് ഈ ഒരു ലുക്സും കാര്യങ്ങളും അതോടൊപ്പം തന്നെ മേക്കപ്പ്, ഈ ഒരു ഡ്രസ്സ് കാര്യങ്ങളൊക്കെ കാണുമ്പോഴത്തേക്കും പലർക്കും അങ്ങോട്ട് ദഹിക്കുന്നില്ല, അങ്ങോട്ട് കുരു പൊട്ടുന്നുണ്ട് പല രീതിയിൽ എന്നുള്ളത് മനസ്സിലാവുന്നുണ്ട്. ആ ഒരു തരത്തിലുള്ള കുറേയധികം കമന്റ്സുകൾ ഞാൻ വായിക്കാൻ ഇടയായിട്ടുണ്ട്. എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ എനിക്കും ഇത് തുടക്കത്തിൽ നിന്ന് കണ്ടപ്പോഴത്തേക്ക് ഇതെന്തുവാ എന്ന് തോന്നിയിട്ടുണ്ട്. അതായത് ഈ പറയുന്ന രീതി കുറച്ച് മേക്കപ്പ് കൂടിയിട്ടുണ്ടോ, അല്ലെങ്കിൽ ലിപ്സ്റ്റിക് കൂടിയിട്ടുണ്ടോ, അല്ലെങ്കിൽ ആ ഡ്രസ്സ്, കാരണം ട്രഡീഷണൽ ഡ്രസ്സിങ് പോലത്തെ ഒരു രീതിയാണ് ആ കാണുന്ന ഒരു ഇത് കണ്ടപ്പോഴത്തേക്കും തോന്നിയെന്ന് പറയുന്നത്. ശരിക്കും ഇതിൻ്റെയും അനീഷിന് ചേരുന്നത് കുറച്ചുകൂടെ ഫ്രീക്കഡ് സ്റ്റൈലാണ്. അതായത് ഈ പറയുന്ന അനീഷ് ഇതിന് മുന്നേ ഇട്ട ഫോട്ടോസിലൊക്കെ കാണുമ്പോഴത്തേക്കും ആ ഒരു ലുക്സ്, അതോടൊപ്പം തന്നെ ആ ഒരു ഡ്രസ്സിങ് ഒക്കെ അനീഷിന് നല്ല രീതിയിൽ ചേരുന്നുണ്ട്. അത് കുറച്ചുകൂടി നല്ല രീതിയിൽ ഇണങ്ങും അനീഷ്. ഇതും ഓക്കെയാണ് അനീഷിന്. പക്ഷേ ഇതെനിക്ക് തോന്നുന്നു ഇതിലൊരു ഇതെന്ന് പറയുന്നത് മേക്കപ്പ് കുറച്ച് കൂടിപ്പോയി, അല്ലെങ്കിൽ മേക്കപ്പിന്റെ അല്ല, എനിക്ക് ആ ഫിൽറ്ററിന്റെ ആ ഒരു കുഴപ്പമാണെന്നാണ് തോന്നുന്നത്. അതായത് ആ വീഡിയോ എടുത്ത ആളുടെ എനിക്ക് ഫിൽറ്ററിന്റെ കുഴപ്പമാണെന്ന് പറയാൻ അല്ല, കാരണം മേക്കപ്പ് ഫിൽറ്ററും കൂടെ ആയപ്പോഴത്തേക്കും കുറച്ചുകൂടി ബ്രൈറ്റ്നസ് കൂടിയ മാതിരിയാണ് തോന്നുന്നത്. പക്ഷേ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ കമന്റ് ഇട്ട് കളിയാക്കുന്നവരോട് പറയാനുള്ളത്, ഈ പുള്ളിക്കാരന്റെ മേഖലയല്ല ഇതെന്ന് പറയുന്നത്. പുള്ളി ഇങ്ങനെ ഒരു കാര്യം ചെയ്യുമെന്ന് പോലും നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമല്ല. അപ്പൊ അങ്ങനെ ഒരു കാര്യത്തിലേക്ക് പുള്ളി ഒരു പരീക്ഷണം നടത്തുവാണ്. എന്നെ കൊണ്ട് പറ്റുമോ, അല്ലെങ്കിൽ എന്നെ കൊണ്ട് പറ്റും എന്നുള്ളത് കാണിക്കുന്ന തരത്തിലുള്ള ഒരു പരീക്ഷണമാണ് പുള്ളി ചെയ്യുന്നതെന്ന് പറയുന്നത്. അപ്പം അത് ചെയ്യാനായിട്ടുള്ള ആ ഒരു മനസ്സ് അങ്ങേരെ കൊണ്ടായത് എന്ന് വെച്ചാൽ എനിക്കിത് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് അങ്ങനെ മാറി നിൽക്കുമല്ലോ അവിടെ ചെയ്തത്. പുള്ളി ഇത് ചെയ്ത് നോക്കാം, ഒരു കൈ ഞാനും നോക്കാം എന്ന് കരുതിയിട്ട് പുള്ളി അത് ട്രൈ ചെയ്തു. ശരിക്കും പറഞ്ഞാൽ അത് പുള്ളിയെ സമ്മതിക്കേണ്ട കാര്യം തന്നെയാണ്. കാരണം ഒട്ടും നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമല്ല അനീഷിനെ പോലൊരു വ്യക്തി ഇതൊക്കെ ചെയ്യുമെന്നുള്ളത്. അതായത് മോഡലിംഗ് കാര്യങ്ങളും അതോടൊപ്പം തന്നെ ഇങ്ങനെ ഒരു ലുക്ക് ചേഞ്ചിങ് കാര്യങ്ങളൊക്കെ ഇതുപോലുള്ള വേഷധാരണങ്ങളിലൊക്കെ തന്നെ അനീഷ് ഒന്ന് ഞെട്ടിക്കുമെന്നുള്ളത് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമല്ലായിരുന്നു. പക്ഷേ പ്രതീക്ഷിക്കാതെ പലതും തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പുള്ളി അങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയാണ്. അതിനെന്ന് ശരിക്കും നമ്മൾ സപ്പോർട്ട് ചെയ്യല്ലേ ചെയ്യുക, അല്ലാതെ നമ്മളതിനെ കളിയാക്കിക്കൊണ്ട് ആ ഒരു ഇത് കളയല്ല വേണ്ടതെന്ന് പറയുന്നത്. അതായത് പുള്ളിയുടെ മേഖലയിൽ നിന്നും വ്യത്യസ്തമായിട്ട് പുള്ളി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നു. അതിനെ ഊക്കുന്ന തരത്തിൽ, അതിനെ കളിയാക്കുന്ന തരത്തിലൊക്കെ ചെയ്യുന്ന കാര്യം എന്ന് പറയുമ്പോൾ മോശമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. കാരണം പുള്ളി ചെയ്യട്ടെ, അത് പുള്ളിയുടെ ഇഷ്ടം. കാരണം അനീഷ് എന്ന് പറയുന്ന വ്യക്തി ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം പുള്ളി ആരെയും കുറ്റം പറയാൻ പോയിട്ടില്ല, പുള്ളിയെ സ്വയം പൊക്കാൻ പോയിട്ടില്ല, അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ ആരുടെയും കുറ്റവും കുറവും കണ്ടെത്താൻ പോയിട്ടില്ല. ഒന്നും നടത്താനോ പറയാനോ അല്ലെങ്കിൽ ഒന്നിനും പോയിട്ടില്ല. പുള്ളിയുടെ കാര്യം നോക്കി പുള്ളിക്ക് വരുന്ന പ്രോഗ്രാംസുകളും കാര്യങ്ങളും എല്ലാം അറ്റൻഡ് ചെയ്ത് പുള്ളി ഇങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട് ആക്റ്റീവായിട്ട്. അല്ലാതെ പുള്ളി വേറെ ആരെയും തന്നെ ഒന്നും പറയാനോ എടുക്കാനോ ഒരു വിഷയത്തിനും പുള്ളി നിന്നിട്ടില്ല എന്നുള്ളത് വ്യക്തമാണ്. അപ്പോൾ പുള്ളിക്ക് എന്താണോ സന്തോഷം കണ്ടെത്തുന്ന കാര്യങ്ങൾ അത് പുള്ളി ഇങ്ങനെ ചെയ്തു പോകുന്നു. അത് പുള്ളിയുടെ ഇഷ്ടം. അല്ലാതെ പുള്ളി നാട്ടുകാർക്ക് ശല്യം ചെയ്യാനോ അല്ലെങ്കിൽ നാട്ടുകാരെ കുറ്റം പറയാനോ അല്ലെങ്കിൽ ബിഗ് ബോസ് ഹൗസിലുള്ള മറ്റുള്ളവരെ കുറ്റം പറയാനോ അല്ലെങ്കിൽ ഒന്നിനോ പുള്ളി വരുന്നില്ല. പുള്ളിയുടെ ഇഷ്ടത്തിന് പുള്ളി ഓരോന്ന് ചെയ്യട്ടെ. അത് സക്സസ് ആവുമെങ്കിൽ സക്സസ് ആവട്ടെ, ഇല്ലെങ്കിൽ അയാൾ വേറെ വഴി നോക്കും. കാരണം നമുക്ക് പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ നമുക്ക് ചെയ്തുകൊണ്ടിരിക്കാവുള്ളൂ എന്നുള്ള ആ ഒരു ഇതൊന്നും ഇല്ല. നമുക്ക് പുതിയ പരീക്ഷണങ്ങളൊക്കെ നടത്താം. അതിൽ ചിലപ്പോൾ നമ്മൾ വിജയിക്കാതിരിക്കാം.
പക്ഷെ ഒന്ന് പരീക്ഷിച്ച് നോക്കുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? ഇല്ല. അത്രമാത്രമേ ഉള്ളൂ ഈ ഒരു കാര്യത്തിൽ എന്ന് പറയുന്നത്. അതിനൊരു നെഗറ്റീവായിട്ട് കാണേണ്ടോ അല്ലെങ്കിൽ ഈ പറയുന്ന മാതിരി ഹെയ്റ്റ് മനസ്സിൽ വെച്ചുകൊണ്ട് ഇങ്ങനെ ഒരു കാര്യത്തിൽ നെഗറ്റീവ് അങ്ങേറ്റം പടച്ചു വിടേണ്ട ആവശ്യമില്ല. ശരിക്കും പറഞ്ഞാൽ ആൾ ഈ പറയുന്ന മാതിരി ബുക്സ് എഴുതുന്നുണ്ട്, അതോടൊപ്പം തന്നെ പുതിയൊരു ബുക്ക് ഇപ്പോൾ പുതുതായിട്ട് ഇറക്കാനായിട്ട് പോകുന്നു. ഓൾറെഡി ഒരു ബുക്ക് പുറത്തിറങ്ങി കഴിഞ്ഞു. കുറേയധികം പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ തന്നെ ഇതിനോടകം തന്നെ അയാൾ പങ്കെടുത്തു കഴിഞ്ഞു, ഉദ്ഘാടനങ്ങൾ ചെയ്തു. അതോടൊപ്പം തന്നെ ഒരു പുതിയൊരു ട്രൈ, ഈ പറയുന്ന മാതിരി മോഡലിംഗ് എങ്ങനെയായിരിക്കുമെന്ന് നോക്കാമെന്നതിൽ ഒരു ട്രൈ, അത് പുള്ളിയുടെ ഇഷ്ടത്തിന് ചെയ്യട്ടെ. എന്റെ അഭിപ്രായത്തിൽ ഈ പറയുന്നതിനെതിരെ നെഗറ്റീവ് എന്തായാലും സ്വാഭാവികമായിട്ടും ഉണ്ടാവും. നമ്മൾ എന്ത് കാര്യം ചെയ്താലും അതിലൊരു പോസിറ്റീവ് വശം ഉണ്ടാവും, ഒരു നെഗറ്റീവ് വശം ഉണ്ടാവും. പക്ഷെ നമ്മൾ ആ നെഗറ്റീവ് വശം മാത്രം കണ്ടിട്ട് നമ്മൾ ചെയ്യുന്ന ആ പ്രവൃത്തി നിർത്താനാണ് തീരുമാനമെങ്കിൽ അത് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ മണ്ടത്തരമായിരിക്കും. അതുകൊണ്ട് തന്നെ അനീഷിനെ പോലൊരു വ്യക്തി അയാൾക്ക് എന്താണോ ഇഷ്ടപ്പെട്ടത് പോസിറ്റീവായി കണ്ട് ചെയ്യുക, നെഗറ്റീവിനെ അങ്ങ് തള്ളിക്കളയുക, അതിനെ കണ്ടില്ലാന്ന് നടിക്കുക, പകരം കട്ടാക്കി മുന്നോട്ട് പോവുക, അത് മാത്രമേ ചെയ്യാവുള്ളൂ എന്ന് പറയുന്നത്. കാരണം നമ്മളൊരു പുതിയ കാര്യം ചെയ്യുമ്പോഴത്തേക്ക് തുടക്കത്തിൽ പലരും നമ്മളെ പിന്നിലേക്ക് വലിക്കാൻ നോക്കും, അല്ലെങ്കിൽ ഈ പറയുന്ന മാതിരി കളിയാക്കാൻ നോക്കും, പല രീതിയിലുള്ള നെഗറ്റീവ് കാര്യങ്ങൾ പറയും. സ്വാഭാവികം. ഒരു ഘട്ടത്തിൽ നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ ഒരു മേൽക്കൈ ഉണ്ടായി കഴിഞ്ഞാൽ ഈ നെഗറ്റീവ് അറിയുന്നവരെയും അതോടൊപ്പം തന്നെ ഈ ട്രോളുന്നവരുടെയും ഈ കുരുപൊട്ടുന്നവരുടെയും ഒക്കെ തന്നെ അടയും എന്നുള്ളത് സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. സോ ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക, ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യുക, അത്ര മാത്രമേ ഉള്ളൂ.